മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. UP സ്വദേശികളായ 3 പേരെയാണ് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത്. 2700ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. പരിവാഹൻ സൈറ്റിന്റെ പേരിൽ വാട്സപ്പിൽ ലിങ്ക് അയച്ചു നൽകിയാണ് പണം തട്ടിയത്. കേരളത്തിൽ നിന്നും 45 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് സൈബർ പോലീസ് ഈ പ്രതികളെ പിടികൂടിയത്? എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? ബിന്നില് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അതിലേക്ക് പണമിടിച്ചായിരുന്നു ഇവർ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ വിവരങ്ങൾ ശേഖരിച്ചത് ഇവർ കൊൽക്കത്തയിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഴുവൻ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പായിട്ടുള്ള പരിവാഹന്റെ മുഴുവൻ വിവരങ്ങൾ ഇവർ ശേഖരിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു ഈ തട്ടിപ്പ് ആരംഭിച്ചതും. 2700ഓളം പേരെയാണ് കേരളത്തിൽ ഇവർ തട്ടിച്ചിട്ടുള്ളത്. 45 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. പിന്നീട് നിരവധി പരാതികൾ ഇതിനെതിരെ ലഭിച്ചിരുന്നു. 500ഓളം പരാതികൾ സംസ്ഥാനത്ത് ആകമാനം ഇതിനെതിരെ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൊച്ചി സൈബർ ഡോം പരിശോധന ആരംഭിച്ചതും അന്വേഷണം ആരംഭിച്ചതുമെല്ലാം. ഇന്നലെ ഈ ആളുകളെ നേരത്തെ UPയിൽ നിന്നും 3 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരിവാഹന്റെ പേരിൽ തട്ടിപ്പടത്തിയ 3 പേരെ പിടിയിലായിട്ടുണ്ട്. ഇവരെ ഇന്ന് വൈകുന്നേരത്തോടെ കൊച്ചിയിലെത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതികൾ കൊൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരുന്ന വൻ സംഘമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തെ മാത്രമല്ല മറ്റിടങ്ങളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലും കണ്ടെത്തലും. ബിനില, ശരി, വ്യക്തമാണ്. ഷഹീൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്. കേരളത്തിൽ നിന്ന് തന്നെ വലിയ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്.